കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജിന്, ഫാർമസിയിൽ ഒന്നാം റാങ്ക് ആലപ്പുഴ സ്വദേശിനി അഖില അനിലിന്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ശക്തമായി പരാജയപ്പെടുത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് മന്ത്രി. ജാനകി എന്ന സിനിമാ പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതിക്ക് നമുക്കും മനസ്സിലായിട്ടില്ലെന്ന് ചലച്ചിത്ര നടൻ ടി.ജി. രവി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പൊതുജനാരോഗ്യം പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് തുടക്കമായി. കേരളത്തിലേക്ക് പുതുതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതികളുടെ മൊഴികളിൽ ദുരൂഹത തുടരുന്നതായി പോലീസ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശന പരീക്ഷയായ കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജിന് ലഭിച്ചു. ചെറായി സ്വദേശി ഹരികൃഷ്ണൻ ബൈജുവിനാണ് രണ്ടാം റാങ്ക്. കോഴിക്കോട് സ്വദേശി അക്ഷയ് ബിജു മൂന്നാം റാങ്കും കരസ്ഥമാക്കി. ഫാർമസിയിൽ ഒന്നാം റാങ്ക് ആലപ്പുഴ സ്വദേശിനി അഖില അനിലിനും രണ്ടാം റാങ്ക് കോട്ടയം സ്വദേശി ഋഷികേശ് ഷേണായിക്ക് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 86,549 പേർ പരീക്ഷ എഴുതിയതിൽ 76,230 പേർ യോഗ്യത നേടി. 67,505 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഫാർമസി വിഭാഗത്തിൽ 33,425 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 27,841 പേർ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. എഞ്ചിനീയറിംഗ് ആദ്യ 10 റാങ്കുകാരിൽ ഒരു പെൺകുട്ടി മാത്രമാണ് ഇടം നേടിയിട്ടുള്ളത്. സിനിമയുടെ പേര് പോലും തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവരിലേക്ക് പോകുന്ന ഇക്കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ശക്തമായി പരാജയപ്പെടുത്തണമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും സജി ചെറിയാൻ. ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്തു പേരിടണം, ഏതു പക്ഷം പിടിക്കണം, എന്തൊക്കെ എഴുതണം, എങ്ങനെ വായിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എല്ലാ ആവിഷ്കാരവും ചോദ്യം ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് തീർച്ചയായും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് വരുന്ന കടന്നുകയറ്റം അതിനെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ജാനകി സിനിമ പേര് പോലും എന്തുണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവരിലേക്ക് പോവുക. ഇതിന് മുമ്പൊരു സിനിമ ഇറങ്ങി, ശ്രീ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ. അതിന്റെ എല്ലാ ഭാവവും കട്ട് ചെയ്ത് അത് പ്രദർശിപ്പിക്കേണ്ട ഗതികളിലേക്ക് നമ്മുടെ നാടെത്തി. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ ഈ ജാനകി സിനിമയിൽ അഭിനയിച്ച് തന്നെ ആരാണെന്ന് ഞാൻ പറയാൻ അറിയാമോ? അവർക്ക് പോലും രക്ഷയില്ല. ആര് എന്ത് പേരിടണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ എഴുതണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വായിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എല്ലാ ആവിഷ്കാരത്തെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സിനിമാ മേഖലയെ വളർത്തുന്നതിനും പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി അടുത്ത മാസം തിരുവനന്തപുരത്ത് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കും. കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാനായി ഡിസംബറിൽ കൊച്ചിയിൽ സാംസ്കാരിക കോൺഗ്രസ് സംഘടിപ്പിക്കും. സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കും. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ അഭ്യർത്ഥന പ്രകാരം ഒല്ലൂരിൽ സർക്കാർ ഒരു സിനിമാ തിയേറ്റർ നിർമ്മിക്കുമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ലോകോത്തര സാങ്കേതിക വിദ്യയോടുകൂടിയ RGB 4K ലേസർ പ്രൊജക്ഷൻ, ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനലുകളോടുകൂടിയ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, പുഷ്ബാക്ക് സീറ്റുകൾ, പ്ലാറ്റിനം സോഫ സീറ്റുകൾ എന്നീ സംവിധാനങ്ങൾ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള കൈരളി ശ്രീ തിയേറ്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 800-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററിൽ
ശീതീകരണ സംവിധാനത്തോടു കൂടിയ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ടോയ്ലറ്റ്, വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA, ചലച്ചിത്ര നടൻ TG രവി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിയേറ്ററിന്റെ ദൃശ്യശ്രാവ്യ മേന്മ അനുഭവവേദ്യമാക്കുന്ന ട്രയൽ ഷോയും നടന്നു. TCV തൃശൂർ. ജാനകി എന്ന സിനിമാ പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതിക്കും നമുക്കും മനസ്സിലായിട്ടില്ലെന്ന് നടൻ TG രവി പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് താൻ അഭിനയിച്ച ഒരു സിനിമയുടെ പേര് ജാനകി എന്നാണെന്നും TG രവി വെളിപ്പെടുത്തി. തൃശൂരിൽ കൈരളി ശ്രീ തിയേറ്ററുകൾ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പുതിയ സിനിമാ പേര് വിവാദം പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു TG രവി. ജാനകി എന്താണ് ഇതിന്റെ കുഴപ്പമെന്ന് കോടതിക്ക് മനസ്സിലായില്ല, നാട്ടുകാർക്ക് മനസ്സിലായില്ല. ജാനകിക്ക് എന്താ കുഴപ്പം എനിക്കൊട്ടും മനസ്സിലായില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്വേഷിച്ച സിനിമയുടെ പേര് ജാനകി എന്നാണ്. അന്നാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. MG ശശി സംവിധാനം ചെയ്ത സിനിമയുടെ പേര് ജാനകി എന്നാണ്. ഇനി ഇത് അറിഞ്ഞു ശശിക്ക് എന്താണെന്ന് എനിക്ക് പേടിയില്ല. ശശിയുടെ പേര് മാറ്റാൻ പറയുന്നു. പക്ഷെ ശശിയുടെ പേരില്ല, അവൻ ശശിയായി പോയല്ലോ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സംസ്കാരം വകുപ്പ് ഒരു വകുപ്പ് തുടങ്ങേണ്ടി വരും. പേരുകൾക്ക് വേണ്ടിയിട്ട് ഈ നമ്പർ പ്ലേറ്റ് കൊടുക്കണ മാതിരി ഓരോരുത്തർക്കും ഓരോ നമ്പർ കൊടുക്കുകയായിരിക്കും ബുക്കുണ്ടാവുക. അതെ, പേര് ശരിയാവില്ല എന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നമ്പറാക്കുക, നമുക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്പറാക്കിയാൽ ഓരോ പേർക്കും ഓരോരുത്തർക്ക് നമ്പറാക്കുക. സിനിമാ തിയേറ്ററിൽ അഭിനയം, സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന് മുഴുവൻ നമ്പർ 1, നമ്പർ 2, നമ്പർ 3. നമ്പർ 1 മുഴുവൻ നായകന്, നമ്പർ 2 വില്ലന്മാർക്ക് കൊടുക്കുക, പിന്നെ നമ്പർ 2 കൊടുക്കുക. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മമ്മിയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം ശ്രമത്തിനെതിരെ ട്രേഡ് യൂണിയൻ സംഘടനകൾ രംഗത്ത് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ശക്തമായി വന്നപ്പോൾ ആ നടപടികൾക്ക് വേഗത കുറഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയണം. തീരക്കടലിൽ വന്ന് ധാതു വിഭവങ്ങൾ ഖനനം ചെയ്യാൻ വൻകിട കമ്പനികൾ ശ്രമിച്ചാൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരും. മത്സ്യത്തിൻ്റെ പ്രജനനം കുറയും. തീരക്കടലിൽ മത്സ്യസമ്പത്തുണ്ടാവില്ല. ആധുനിക കപ്പലുകളോ ബോട്ടുകളോ ഉപയോഗിച്ച് ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന പോലെ ചെറിയ വള്ളങ്ങളിലോ ചെറിയ ബോട്ടുകളിലോ ഉപജീവനത്തിനു വേണ്ടി തൊഴിൽ ചെയ്യുന്നവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയില്ല. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA, NK അക്ബർ MLA, UP ജോസഫ്, പ്രസന്നകുമാരി, TT ശിവദാസ്, U സൈനുദ്ദീൻ, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ പതാക ഉയർത്തി. 2 ദിവസങ്ങളായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 310 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനം ബുധനാഴ്ചയും തുടരും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരളത്തിന്റെ പൊതുജനാരോഗ്യം പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ MP കൂടിയായ പ്രതാപൻ. ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗം. എന്നാൽ പിണറായി സർക്കാരുകൾ മേഖലയെ തകർത്ത് കേവലം കച്ചവടം മാത്രമായി മാറ്റി. സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമായുള്ള അന്തർധാരയാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം പൊതുജനാരോഗ്യം തകർന്നാലേ സ്വകാര്യ മേഖലയ്ക്ക് ഗുണമുണ്ടാകൂ. കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന നടപടിയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടർമാർ അവര് തന്നെ പരസ്യമായി സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ പോലും പരസ്യമായി അവർക്ക് പ്രതികരിക്കേണ്ടി വരികയാണ്. അതിനർത്ഥം കേരള ഗവൺമെന്റ് പൊതു ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇങ്ങനെ വെന്റിലേറ്ററിലായ കേരളത്തിന്റെ പൊതു ആരോഗ്യം അതിനെ അവസാന ശ്വാസോച്ഛ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം UP-ന് പോലും ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ ലോബികളുമായി പിണറായി അന്തർധാരയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടില്ല. ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാത്തത് വകുപ്പിന്റെ അനാസ്ഥയ്ക്ക് ജില്ലയിലെ ഉദാഹരണങ്ങളാണെന്നും പ്രതാപൻ പറഞ്ഞു. ശരാശരി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം 5000-ൽ പരം ആളുകൾ OP-യിൽ വരുന്നുണ്ട്. എല്ലാവരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളാണ്. ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 4.5 വർഷമായ ഒരു സൂപ്രണ്ടില്ല. അതുപോലെ തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നെഫ്രോളജിയിൽ ആളില്ല, അതേപോലെ ന്യൂറോളജിയിൽ ആളില്ല. എല്ലാം ഒറ്റ ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആരെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്കുമായി വന്നാൽ, ഹൃദ്രോഗമായി വന്നാൽ, അവരുടെ ഹൃദയം ശസ്ത്രയ്ക്ക് വേണ്ടി ഒരു ഡോക്ടർ വന്ന രോഗി തിരിച്ചു പോകുമോ എന്ന ഭയമുള്ളതാണ് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി. പറയാൻ സങ്കടമുണ്ട്, ഖേദമുണ്ട്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, അഡ്വക്കേറ്റ് ഷാജു ജെ കോടങ്കണ്ടത്ത്, മുൻ DCC പ്രസിഡന്റുമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, മുൻ MLA അനിലക്കര, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. നെഞ്ചുരോഗ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. TCV തൃശൂർ. കേരളത്തിലേക്ക് പുതുതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് ദേവസ്വം ബോർഡുകളെ അറിയിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിനുള്ള തടസ്സങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്ന കാര്യവും ആധികാരികമായ സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ നടയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഗുണകരമായ ഒരു മാറ്റമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, വാർഡ് കൌൺസിലർ ശൈലജ സുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട്. ചികിത്സാക്രമം കൊണ്ട് ലോക വെറ്റിനറി ഭൂപടത്തിൽ വരെ ഈ സുഖചികിത്സയ്ക്ക് ഇടം പിടിക്കാനായി. ഗുരുവായൂർ ആനത്താവളം സ്ഥാപിതമായിട്ട് 5 പതിറ്റാണ്ട് തികഞ്ഞുവെങ്കിലും ഇന്ന് കാണുന്ന തരത്തിലുള്ള സുഖചികിത്സയ്ക്ക് 35ാം പിറന്നാളാണ്. സാമൂതിരി രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചികിത്സാരീതി 1990കളിലാണ് ശാസ്ത്രീയമാക്കിയത്. ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ശരീരപുഷ്ടിയുമായിരുന്നു ലക്ഷ്യം. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ സമീകൃത ആഹാരം ചിട്ടയോടെ നൽകുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗജസുഖ ചികിത്സയുടെ പ്രധാന സവിശേഷത. ആദ്യഘട്ടത്തിൽ ആനകളുടെ രക്തവും എരണ്ടവും ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും.
കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും. തുടർന്ന് ആനകൾക്ക് വിരമരുന്ന് നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ഓരോ ആനയുടെയും തൂക്കം, പ്രത്യേകത എന്നിവ കണക്കിലെടുത്താണ് ആഹാരക്രമം തീരുമാനിക്കുന്നത്. അരി, ചെറുപയർ, റാഗി എന്നിവ വേവിച്ച് ചവിനിപ്രാശം, അഷ്ടചൂർണം, ധാതുലവണം, മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടിക്കലർത്തിയ ഉരുളയായാണ് ആനകൾക്ക് നൽകുന്നത്. വിസ്തരിച്ച തേച്ചുകുളി, വ്യായാമം എന്നിവയും ചികിത്സയുടെ ഭാഗമാണ്. ഈ ചികിത്സാരീതി ആനകളുടെ ആരോഗ്യനിലയിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയതായി ആനാ ചികിത്സാ വിദഗ്ധർ വിലയിരുത്തുന്നു. ആനകളുടെ തൂക്കത്തിലും അഴകിലും വലിയ മാറ്റം പ്രകടമാണ്. ഇതിനായി 12.5 ലക്ഷം രൂപയാണ് ചെലവിടുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ആദ്യ ദിനത്തിൽ എല്ലാ ആനകൾക്കും ചികിത്സ നൽകിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ 24 ആനകൾക്കാണ് ചികിത്സ നൽകുക. മദപ്പാടിൽ തളച്ചിരുന്ന 12 ആനകൾക്ക് നീരിൽ നിന്നഴിച്ച ശേഷമാണ് ചികിത്സ നൽകുക. ആന ചികിത്സ വിദഗ്ധന്മാരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് തുടങ്ങിയവരാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. സുഖചികിത്സ ജൂലൈ 30 സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ 2 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. കൊങ്ങണ്ണൂർ റോഡിന് സമീപം റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു. അക്കിക്കാവ് മുതൽ പാറയമ്പാടം വരെയുള്ള കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടുന്നത് പതിവായതോടെയാണ് പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ തുടങ്ങിയത്. പഴയ പൈപ്പ് പൊട്ടി പലയിടത്തും വെള്ളം ഒഴുകുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാകുന്നുണ്ട്. മഴക്കാലത്ത് കൊങ്ങണ്ണൂർ റോഡിന് സമീപം റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് കലുങ്ക് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴ മൂലം നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. കാനയിലൂടെ വെള്ളമൊഴുകി വരുന്നത് മൂലം നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ ഈ ഭാഗത്ത് റോഡ് പണി വൈകുകയാണ്. സംസ്ഥാന പാതയിൽ അയ്യപ്പത്ത് റോഡ് മുതൽ അഗതിയൂർ ഭാഗം വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണം പൂർത്തിയായിട്ടില്ല. പാറയമ്പാടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിക്കുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ മാതാപിതാക്കളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് പുതുക്കാട് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം അപേക്ഷ നൽകും. കേസിൽ പ്രതികളായ നൂലുവള്ളി മുല്ലയ്ക്കപ്പറമ്പിൽ അനീഷ, കാമുകൻ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ എന്നിവരെ കോടതി തിങ്കളാഴ്ച റിമാൻഡ് ചെയ്തിരുന്നു. 24 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും പ്രതികളുടെ മൊഴിയിൽ ഇപ്പോഴും പൊരുത്തക്കേടും അവ്യക്തതയുമുണ്ട്. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അനീഷയുടെ രഹസ്യബന്ധവും ഗർഭകാലവും പ്രസവവും അമ്മയോ അയൽവീട്ടുകാരോ അറിഞ്ഞില്ല എന്ന മൊഴി ഇപ്പോഴും ദുരൂഹമാണ്. മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ട ആദ്യത്തെ കുട്ടിയുടെ അസ്ഥികളും ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതികളല്ലാതെ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയതും മറ്റാരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴിയും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു. പിറന്നാൾ നിറവിൽ തൃശൂർ ജില്ല. 1949 ജൂലൈ 1 രൂപീകൃതമായ തൃശൂർ 76ാം പിറന്നാളിന്റെ മാധുര്യത്തിലാണ്. കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള തൃശൂർ ജില്ലയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്നത്തെ തൃശൂരിന്റെ സിംഹഭാഗവും കൊച്ചിയിലായിരുന്നു. എന്നാൽ ഇന്നത്തെ ചാവക്കാട് താലൂക്ക് മലബാറിലെ പൊന്നാനിയായിരുന്നു. കൊച്ചിയെ കോവിലകത്തും വാതുക്കൽ എന്ന 10 താലൂക്കുകളായി വിഭജിച്ചിരുന്നു. 1860 ഇത് പുനഃസംഘടിപ്പിച്ച് താലൂക്കുകളുടെ എണ്ണം 6 കുറച്ചു. പിന്നീട് തിരുക്കൊച്ചി സംയോജനത്തെ തുടർന്നാണ് 1949 ജൂലൈ 1 തൃശൂർ ജില്ല രൂപം കൊണ്ടത്. തൃശൂർ, മുകുന്ദപുരം, കുന്നംകുളം, തലപ്പള്ളി, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, ചാലക്കുടി തുടങ്ങിയവയാണ് ഇപ്പോഴത്തെ താലൂക്കുകൾ. തൃശൂർ ജില്ല സംസ്ഥാനത്തെ ചരിത്രത്തിലും സംസ്കാരത്തിലും നവോത്ഥാനത്തിലും രാഷ്ട്രീയ മുന്നേറ്റത്തിലും കലാകായിക മേഖലകളിലും സവിശേഷവും ശ്രദ്ധേയവുമായ സ്ഥാനമാണ് വഹിക്കുന്നത്. വലിയ വീക്ഷണമുള്ള ഭരണാധികാരികളും ജനങ്ങളുമൊക്കെ നഗരത്തിൻ്റെ വികസനത്തിലും അതിൻ്റെ വളർച്ചയിലും തൽപരരായിരുന്നു. അങ്ങനെ തൽപരരായിട്ടുള്ള ആളുകളുണ്ടായിരുന്ന കാലത്താണ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമുക്ക് ബാങ്കുകളും നമുക്ക് പാഠശാലകളും ഒക്കെ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പുതിയ 2025 നിന്ന് അടുത്ത 25 വർഷത്തേക്കുള്ള
ഒരു വലിയ വികസനം സംബന്ധിച്ച, നിലനിൽക്കാവുന്ന വികസനം സംബന്ധിച്ച, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നിലനിൽക്കാവുന്ന വികസനം സംബന്ധിച്ച ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ രൂപപ്പെടുത്തേണ്ട കാലം തീർച്ചയായിട്ടും അതിക്രമിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്കായുള്ള പോരാട്ടങ്ങളിലും ജില്ലയുടെ പങ്ക് ചെറുതല്ല. സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശ്ശൂരിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം വേറിട്ടതും പ്രധാനപ്പെട്ടതുമായ സ്ഥാനമാണുള്ളത്. ജില്ലയ്ക്ക് 3032 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണുള്ളത്. ലോകം വിസ്മയത്തോടെ കാണുന്ന തൃശ്ശൂർ പൂരവും തൃശ്ശൂരിൻ്റെ അഭിമാനമാണ്. TCV തൃശ്ശൂർ. സമ്പത്ത് സൃഷ്ടിക്കുകയും തൊഴിൽ നൽകുകയും ചെയ്തിരുന്ന പരമ്പരാഗത വ്യവസായങ്ങളുടെ തളർച്ചയാണ് തൃശൂർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അഭിപ്രായപ്പെട്ടു. തൃശൂരിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തൃശൂർ അറ്റ് 2049 പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത വർഷം ജനുവരിയിൽ നടക്കുന്ന പഠന കോൺഗ്രസിന് മുന്നോടിയായി നടന്ന ആശയ രൂപീകരണ ശില്പശാലയിൽ ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ TV സജീവ്, അലക്സ് ജോർജ്, ഡോക്ടർ ജോർജ് തോമസ്, MP സുരേന്ദ്രൻ, ഡോക്ടർ ശാന്തകുമാർ, ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജീവ് മങ്ങാട്ട്, NI വർഗീസ് എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. PL ജോമി അധ്യക്ഷത വഹിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണെന്നും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമാണെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. BJP സിറ്റി ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ NK സുധീർ BJPയിലേക്ക്. ഈ മാസം 13-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് BJPയിൽ അംഗത്വമെടുക്കുമെന്ന് NK സുധീർ പറഞ്ഞു. താൻ BJPയിൽ ചേരുകയാണ് എന്ന വിവരം PV അൻവറിനെ മുന്നേ അറിയിച്ചിരുന്നുവെന്ന് NK സുധീർ വ്യക്തമാക്കി. അൻവർ ശക്തനായ നേതാവാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. എന്നാൽ അദ്ദേഹത്തെ UDFൽ എടുക്കില്ലെന്ന രാഷ്ട്രീയ സത്യം മനസ്സിലാക്കിയിട്ടാണ് പാർട്ടി വിടാൻ തീരുമാനമെടുത്തതെന്ന് NK സുധീർ പറഞ്ഞു. തളിക്കുളം സ്നേഹതീരത്ത് നവീകരിച്ച പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ ഉദ്ഘാടനം പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനും സാഹിത്യകാരൻ അശോകൻ ചെരുവിലും ചേർന്ന് നിർവഹിച്ചു. പ്രിയദർശിനി സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം റാപ്പർ ഗായകൻ വേടന് ഷാഫി പറമ്പിൽ MP സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. മുൻ MP TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, അലോഷ്യസ് സേവ്യർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജോസ് വള്ളൂർ, അനിൽ അക്കര, സുനിൽ അന്തിക്കാട്, CA മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഥമ പ്രിയദർശിനി പുരസ്കാരം ഷാഫി പറമ്പിൽ MP സമ്മാനിക്കുന്നു. TN പ്രതാപൻ, CC മുകുന്ദൻ.
നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വേദിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇവിടെ ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞാണ് പ്രധാനപ്പെട്ട എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ ഒരുത്തി കള്ളിക്കാട്ടിലെ പുള്ളിച്ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചിലെ കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടത് മയക്കി മയക്കി എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ട പിറവിയെ, ഇത് രണ്ട പിറവിയെ. ഇത് കേക്ക് കൊടുക്കുന്ന കാര്യം, കേക്ക് വാങ്ങിയിട്ടുള്ള കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ചെറിയൻകീഴ് ഡോക്ടർ ജി ഗംഗാധരൻ നായർ സ്മാരക സമിതി പുരസ്കാരം പ്രശസ്ത ഫോട്ടോഗ്രാഫറും എഴുത്തുകാരിയും കലാഗവേഷകയുമായ പത്മശ്രീ പെപ്പിത സേത്തിന് തൃശൂരിൽ സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിലാണ് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം സമ്മാനിച്ചത്. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്മാരക സമിതി ചെയർപേഴ്സൺ കാഞ്ചന ജി നായർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ പ്രൊഫസർ PN പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ, ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സാംസ്കാരിക പ്രവർത്തകൻ വിജയൻ പുന്നത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ അക്രമം. ടോക്കൺ മെഷീനും ഫയർ എക്സ്റ്റിംഗ്യൂഷറും എറിഞ്ഞു തകർത്തു. അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുള്ളതായി പോലീസ് പറഞ്ഞു. തൃശൂർ ഇക്കണ്ടവാര്യ റോഡിൽ നിയന്ത്രണം വിട്ട കാർ റൌണ്ട് അബൌട്ടിലേക്ക് ഇടിച്ചു കയറി. പൌരസമിതി സ്ഥാപിച്ച റൌണ്ട് അബൌട്ട് കാർ ഇടിച്ചു തകർത്തു. കാറിന്റെ മുൻവശം തകർന്നു. അമിത വേഗതയാണ് അപകട കാരണം. കൊടുങ്ങല്ലൂർ നഗരത്തിൽ വാഹന പാർക്കിംഗ് കീറാമുട്ടിയായി മാറി. തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതിലും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിലാണ് നിർത്തിയിടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിർത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തുന്നത് പതിവാണ്. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വടക്കേനട മുതൽ ചന്തപ്പുര വരെയുള്ള പ്രദേശത്ത് റോഡരികിലെ പാർക്കിങ്ങിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വ്യാപകമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പാർക്കിംഗ് നിരോധനത്തിൽ ഇളവ് വരുത്തി. എന്നാൽ പലപ്പോഴും പോലീസ് വാഹന ഉടമകൾക്ക് പിഴ ചുമത്തുന്നുണ്ട്. മുഗൾ മാളിന് സമീപം വ്യാപാര സ്ഥാപനം നടത്തുന്ന നജീബ് തന്റെ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം നിർത്തിയതിന് പോലീസ് 4 വട്ടം പിഴ ഈടാക്കിയ സംഭവമുണ്ടായി. 3 പ്രാവശ്യം ഇതിനു മുമ്പ് ഫൈൻ അടിച്ചു. അങ്ങനെ മർച്ചന്റ് വഴിക്ക് നമ്മൾ പോലീസ് ഓഫീസറെ പോയി കണ്ടു. അപ്പോൾ അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ഫൈൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 26-ാം തീയതി വീണ്ടും വണ്ടിക്ക് ഫൈൻ അടിച്ചിരിക്കുകയാണ്. ഈ വണ്ടി കിടക്കുന്നത് കടയുടെ മുമ്പിൽ ഉള്ള പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. മുമ്പ് പണിതിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള പാർക്കിംഗ് ഇല്ലാതെയാണ് കൊടുങ്ങല്ലൂർ ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ ഉള്ള വണ്ടികൾക്കാണ് ഈ ഫൈൻ അടിക്കുന്നത്. ഇത്തരം ഫൈനടി കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന കച്ചവടക്കാർ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം കുറയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പോലീസ് പിഴ ചുമത്തുന്നത്. പോലീസിന്റെ പിഴ ഭയന്ന് പലരും നഗരത്തിലേക്ക് വാഹനം കൊണ്ടുവരാൻ മടിക്കുന്ന നിലയാണുള്ളത്. നഗരത്തിന് പുറത്തേക്ക് കച്ചവടം വഴിമാറുന്ന അവസ്ഥ ഉടലെടുക്കുമ്പോൾ പാർക്കിംഗ് നിരോധനം കൊടുങ്ങല്ലൂരിന് തലവേദനയായി മാറുകയാണ്. TCV കൊടുങ്ങല്ലൂർ. തിരുവത്ര കുഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് കടിയേറ്റു. കാട്ടുശ്ശേരി രമണി, പെരിങ്ങാട് ഗോപി എന്നിവർക്കാണ് കടിയേറ്റത്. പോത്തിനെയും കുറുനരി ആക്രമിച്ചു. കുറുനരിയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിൽ വിളക്ക് കഴുകുന്നതിനിടെയാണ് രമണിക്ക് കടിയേറ്റത്. വീടിന് പുറത്തു നിൽക്കുമ്പോഴാണ് ഗോപിക്ക് കടിയേറ്റത്. ഇരുവരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാക്സിൻ നൽകി. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ 105.12 കോടി രൂപ മുടക്കി നവീകരിച്ചതോടെ
റോഡ് നന്നായെങ്കിലും റോഡിലെ വളവുകളും തിരിവുകളും മാറിയില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട പലയിടത്തും വീതിയുമില്ല. ഇതിനോടകം അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ഈ റോഡിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ചേലക്കോട് വെച്ച് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചതാണ് അവസാന സംഭവം. നിരവധി പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. കൂടാതെ ചേലക്കോട് റോഡിന് വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയോ ആവശ്യമായിടങ്ങളിൽ കാനകളോ നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളവും മണ്ണും മണലും മറ്റും റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റോഡ് പുനർനിർമ്മിച്ചുവെങ്കിലും പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ മറിഞ്ഞ യുവാവ് മരിച്ചയിടത്ത് നിർമ്മിച്ച കലുങ്കിന് വീതി കുറവാണെന്ന നിർമ്മാണ വേളയിൽ തന്നെ ആരോപണമുണ്ടായിരുന്നതാണ്. ഈ ഭാഗത്തുള്ള വളവ് നിവർത്താനും നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുറഹ്മാൻ ആരോപിച്ചു. TCV ന്യൂസ്, ചേലക്കര. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴക്കി. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ബസ്സുകളുടെ മരണപ്പാച്ചിലിന്റെ ഭീകരത വ്യക്തമാണ്. അമിത വേഗതയിൽ വന്ന ബസ് മറ്റു വാഹനങ്ങളെ മറികടന്ന് റോഡിന്റെ എതിർദിശയിലൂടെ പോകുന്നതും സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീ നിയന്ത്രണം വിട്ട് റോഡിന്റെ വശത്തേക്ക് വാഹനവുമായി മാറേണ്ടി വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വർഷങ്ങളായി ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ഉൾപ്പെടെ റോഡുകളിൽ ബസ്സുകൾ അമിത വേഗതയിലും മത്സരയോട്ടത്തിലും ഏർപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ കുറിക്കമ്പനിയുടെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിലായി. എറിയാട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ആതിര കുറിക്കമ്പനിയിൽ നിക്ഷേപം സ്വീകരിച്ച് പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ പള്ളിപ്പുറം സ്വദേശികളായ രണ്ടുതൈക്കൽ വീട്ടിൽ ആന്റണി, സഹോദരൻ ജോൺസൺ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 2 പേരിൽ നിന്നായി 9,88,500 രൂപയാണ് ഇവർ കൈപ്പറ്റിയത്. നിക്ഷേപത്തുക തിരികെ ലഭിച്ചില്ലെന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മറ്റൊരു തട്ടിപ്പ് കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ ജയിലിൽ തടവിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ TM കശ്യപൻ, സീനിയർ CPO ഗോപകുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല ജീവനക്കാരും തൃശൂർ മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളും സംയുക്തമായി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ S അനിൽകുമാർ, ഫിനാൻസ് ഓഫീസർ MS സുധീർ, വിദ്യാർത്ഥികളായ ഡീൻ ഡോക്ടർ ആശിഷ് ചന്ദ്രശേഖരർ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. സർവകലാശാല ആസ്ഥാനത്തുനിന്ന് ആരംഭിച്ച റാലി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സമാപിച്ചു. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഇലഞ്ഞിക്കൂട്ടം ബാൻഡ് സ്ഥാപകനുമായ അനൂപിനെ തൃശൂരിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 40 വയസ്സായിരുന്നു. ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്നു. വാദ്യോപകരണങ്ങൾക്കൊപ്പം സ്റ്റീരിയോയും അനുബന്ധ ഉപകരണങ്ങളും വീട്ടിൽ നിന്ന് സ്കൂളിലെത്തിച്ച് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് വൃന്ദവാദ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിരവധി തവണ വിവേകോദയം സ്കൂൾ സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ലോക്ഡൌൺ കാലത്ത് അനൂപ് കാഞ്ഞൂരിന്റെ നേതൃത്വത്തിലൊരുക്കിയ പാട്ടുകളുടെ കവർ വേർഷന് നിരവധി ആരാധകരും ഉണ്ടായിരുന്നു. കാട്ടൂർ മുനയം താൽക്കാലിക ഫണ്ട് മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CB ബൈജു സന്ദർശിച്ചു. പ്രതിഷേധവുമായി കർഷക രംഗത്ത്. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. ഫണ്ടിന്റെ ഭാഗങ്ങൾ യഥാസമയത്ത് മാറ്റാത്തത് മേഖലയിലെ കർഷകരെ കാര്യമായി ബാധിച്ചതായി കർഷകർ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക ലാഭം ലഭിക്കാത്തത് മൂലമാണ് ഫണ്ടിന്റെ ഭാഗങ്ങൾ നീക്കുന്നത്. അനന്തമായി നീളുന്നതെന്നും കർഷകർ കുറ്റപ്പെടുത്തി. മേഖലയിലെ വാഴകൃഷിയെയും മത്സ്യകൃഷിയെയും വെള്ളക്കെട്ട് കാര്യമായി ബാധിച്ചതായി കർഷകർ ചൂണ്ടിക്കാട്ടി. ജില്ലാ കോൾ കർഷക സമിതി അംഗം KH അബൂബക്കർ, കർഷക സംഘം നേതാവ് EC ജോൺസൺ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഒരാഴ്ചയ്ക്കകം ഫണ്ടിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്ത് കനോലി കനാലിലെ ഒഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VA ബഷീർ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല സുഗണൻ, രമാബായ് തുടങ്ങിയവരും
സന്ദർശന സ്ഥലത്തുണ്ടായിരുന്നു. ചാവക്കാട് പോത്തൻ വലകൾ ഉപയോഗിച്ച് അടിയൂറ്റൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന 4 മത്സ്യബന്ധന യാനങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. അണ്ടത്തോട് സ്വദേശി മാമദിന്റെ ഉടമസ്ഥതയിലുള്ള 2 വള്ളങ്ങളും മണത്തല സ്വദേശി രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രജിസ്ട്രേഷൻ നടത്താത്ത 2 വള്ളങ്ങളുമാണ് പിടിച്ചെടുത്തത്. വള്ളത്തിലുണ്ടായിരുന്ന ചെമ്മീൻ ലേലം ചെയ്ത് കിട്ടിയ തുക സർക്കാരിലേക്ക് അടച്ചു. വള്ളങ്ങളുടെ ഉടമകൾക്കെതിരെ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി പൂർത്തിയാക്കി പിഴ ചുമത്തും. അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഷി, അവിനാശ് തുടങ്ങിയവർ പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ മദ്യലഹരിയിൽ അപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിസ്റ്റിനെയും സുഹൃത്തിനെയും ആക്രമിച്ച 3 പേർ അറസ്റ്റിലായി. എറിയാട് സ്വദേശികളായ ഇഴവഴിക്കൽ അബ്ദുൾ റഹീം, വാഴക്കാലയിൽ അഷ്കർ, കൈതയ്ക്കപ്പറമ്പിൽ അഷിഫ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്തപുരയിലെ സ്റ്റൈൽ ഹോം അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കാനെത്തിയ പ്രതികൾ റൂമിലേക്ക് ഭക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. അപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിസ്റ്റ് തരുപീടികയിൽ വീട്ടിൽ മുഹമ്മദ് നൌഫൽ, സുഹൃത്ത് ചൂളക്കടവിൽ വീട്ടിൽ മുഹമ്മദ് അൽതാബ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്വദേശിയായ യുവാവിനെ തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം മങ്ങാട് കുറൂബൂർ ശ്രീനിവാസന്റെ മകൻ 37 വയസ്സുള്ള ശ്രീബനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്യാസം സ്വീകരിച്ച് നേപ്പാൾ ആശ്രമത്തിൽ കഴിയുകയായിരുന്നു ശ്രീബൻ. നേപ്പാളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴിയിൽ തെലങ്കാനയിലെ കമ്മം സ്റ്റേഷനടുത്ത് റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്ന നിലയിൽ ട്രെയിനിൽ നിന്നും നാട്ടിലെ സുഹൃത്തിനെ വിളിച്ചിരുന്നു. ഫോൺ സംഭാഷണത്തിന് ശേഷം മണിക്കൂറുകൾക്കകമാണ് മരിച്ചതായി വിവരം ലഭിക്കുന്നത്. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് റെയിൽവേ വിഭാഗത്തിനും കുന്നംകുളം പോലീസിനും പരാതി നൽകി. കുഴൂർ ഐരാണിക്കുളം റോഡിന്റെ സ്ലാബ് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 250 കിലോ കമ്പി മോഷ്ടിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി ഷംസു ആലത്തിനെയാണ് മാള SHO KG ജയപ്രദീപ് അറസ്റ്റ് ചെയ്തത്. കരാറുകാരനായ PG സ്വദേശി സജീവ് കുമാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. താണശ്ശേരി പുത്തുരുത്തിയിൽ റോഡരികിൽ സൂക്ഷിച്ചിരുന്ന കമ്പിയാണ് പ്രതി മോഷ്ടിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജിന്, ഫാർമസിയിൽ 1ാം റാങ്ക് ആലപ്പുഴ സ്വദേശിനി അഖില അനിലിന്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ശക്തമായി പരാജയപ്പെടുത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും മന്ത്രി. ജാനകി എന്ന സിനിമാ പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതിക്കും നമുക്കും മനസ്സിലായിട്ടില്ലെന്ന് ചലച്ചിത്ര നടൻ TJ രവി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച നടക്കും. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരി. ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പൊതുജനാരോഗ്യം പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് തുടക്കമായി. കേരളത്തിലേക്ക് പുതുതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് റവന്യൂ മന്ത്രി K രാജൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതികളുടെ മൊഴികളിൽ ദുരൂഹത തുടരുന്നതായി പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.